25 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇവക്കന്ന് 22 വയസ്സ്, 75 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. അന്നൊക്കെ മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വല്ല വേലിയൊക്കെ കെട്ടി അതിനകത്തിട്ട് ഇട്ടേച്ചിട്ട് ഞങ്ങളൊക്കെ പണിയാനൊക്കെ പോകും. വിവാഹ ജീവിതത്തിൻ്റെ 7.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. നീറുംതറപ്പയിൽ 99 വയസ്സുള്ള മാത്യു ജോർജും 96 വയസ്സുള്ള റോസമ്മയും. എഴുപത്തിയഞ്ചാം വിവാഹ വാർഷികാഘോഷം കുടുംബാംഗങ്ങൾ സാഘോഷമാണ് കൊണ്ടാടിയത്. കുറവിലങ്ങാട് അടുത്തുള്ള മണ്ണക്കനാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയ്ക്കാണ് ഈ അസുലഭ സൗഭാഗ്യം. 99-ാം വയസ്സിൽ നിന്ന് 100-ാം വയസ്സിലേക്ക് കാലുകുത്തുന്ന മാത്യു ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും തൻ്റെ ആദ്യകാല കുടിയേറ്റ അനുഭവങ്ങളും കഷ്ടപ്പാടുകളെക്കുറിച്ചും പറയുന്നു. 25 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇവക്കന്ന് 22 വയസ്സ്, 75 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ജീവിച്ചു. ഞാൻ വന്നപ്പം മുതൽ ഞങ്ങൾ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഓല മുടഞ്ഞും പിന്നെ പണിയെടുത്തും തുമ്പപ്പണിയെല്ലാം എടുത്ത് എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. 8 മക്കളെയും വളർത്തും. 8 മക്കൾക്കും ഇന്ന് യാതൊരു കുഴപ്പവുമില്ല. 8 മക്കളും നല്ല ഇതായിട്ട് ജീവിക്കും. അവരുടെ മക്കളും ജോലിയായി. ഞങ്ങളുടെ അവരുടെ മക്കൾ ചില 4 തലമുറ മക്കളുണ്ട്. 4 തലമുറ. പെൺമക്കളെന്നില്ല, ആൺമക്കളെന്നില്ല, എല്ലാം ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ എല്ലാവരും ഉണ്ട്. അന്നൊക്കെ മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വല്ല വേലിയൊക്കെ കെട്ടി അതിനകത്തിട്ട് ഇട്ടേച്ചിട്ട് ഞങ്ങളൊക്കെ പണിയാനൊക്കെ പോകും. ഇന്നത്തെ പോലെ കൊച്ചുങ്ങളെ ഒന്നും വളർക്കാനൊന്നും അന്ന് സൗകര്യങ്ങളൊന്നുമില്ല. കുഞ്ഞമ്മേനെ നിന്നും ചുറ്റപ്പിന് അവർ ആ ഫാക്ടറി നടത്തിക്കൊണ്ട് പിള്ളേരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ കമ്പനി ജോലി ചെയ്തു. അവിടുന്ന് മൂത്ത മകന് സബദിക്ക് പോയി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ച, ഒരുപാട് കഷ്ടപ്പെട്ട. എന്നാലും ഞങ്ങൾ വേറെ പോയിട്ടില്ല. ഞങ്ങൾ തന്നെ ഞങ്ങൾ 2 കൂടെ പണിയെടുത്ത് തന്നെ ഞങ്ങൾ ജീവിച്ചു. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കള്ളും കൊടിയാലൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ് ആ കൊടിയൊക്കെ അടിച്ചു ഒന്ന് വീട്ടിൽ കൊടുത്ത് ഉണ്ടാക്കും. ഞങ്ങൾ അങ്ങനെ വലിയ കള്ളുകുടിയും ഒന്നും അല്ലായിരുന്നു. ഞങ്ങളെ ഒന്നിച്ച് ജീവിച്ചു, ഒന്നിച്ച് വടിയെടുത്ത് മക്കളെ വളർത്തി ഞങ്ങൾ ജീവിക്കായത്. അന്ന് ഞങ്ങൾ പറമ്പിൽ പണിയെടുത്തു. പറമ്പിൽ പണിയെടുക്കും. കണ്ടെത്തിപ്പണി ഇതെല്ലാം പറമ്പിൽ പണിയെടുത്തായി ജീവിച്ച് നട്ടും വാഴ വെച്ച് കപ്പയിട്ട് ചേനനട്ടും ചേമ്പ് നട്ടും ഒക്കെ ഞങ്ങളെ കൃഷി ചെയ്ത് ഞങ്ങളെ വിറ്റ് കാശുണ്ടാക്കി. പിന്നെ തെങ്ങ് ഉണ്ടായിരുന്നു. തെങ്ങും കവുകും ഒക്കെ ഉണ്ട്. അതായി കിട്ടാൻ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു കൂടി. സ്കൂളിൻ്റെ ഷെഡ് കെട്ടായിരുന്നു. ഷെഡിലല്ല, ആണ്ടിലാണ്ട് ഓല കെട്ടുമായിരുന്നു. അത് ഞാൻ 2 എടുത്ത് കെട്ടുമായിരുന്നു. ആണ്ടിൽ 2-3 സ്കൂളുകൾ ഇവിടുത്തെ മണ്ണക്കനാട് പള്ളിക്കൂടത്തിലെ പിന്നെ കുരിനാട്ടിൽ അങ്ങനെ മലയാറ്റോർക്ക് വഴിയിലൊക്കെ പോയിട്ടുണ്ട്. അത് ഇവിടുന്ന് നടന്നല്ലേ പോകുന്നത്. അത് പറ പള്ളിയിൽ ടൂറൊക്കെ പോകുമായിരുന്നു. ഞങ്ങൾ കൂട്ടുകാർ കൂടി ടൂറൊക്കെ പോകുമായിരുന്നു.
എവിടെയാ? കൂട്ടുകാരെല്ലാം പോയി, ആരും ഇല്ല. വിമോചന സമരം കാലത്ത് ഞാൻ പോയി. ഞങ്ങൾ ഇവിടുന്ന് കൊടിയും പിടിച്ച് പോകുമായിരുന്നു. അങ്കമാലി വെടിവെപ്പിന് അവിടെ സ്ത്രീ മരിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയി അടക്കാൻ പോയി. അങ്കമാലിക്ക് പോയി. ഞാൻ 80 കൊല്ലമായി ഒരു കോൺഗ്രസ്സുകാരനായിട്ട്. ഇന്നും അതിനെ കാര്യം മാറിയിട്ടില്ല. ഇന്നും അതെ. വാർദ്ധക്യ സഹജമായ ചില പരിമിതികൾ ഉണ്ടെന്നല്ലാതെ ഇപ്പോഴും ഊർജ്ജസ്വലരാണ് ഇരുവരും. മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ 46 പേരുള്ള ഈ കുടുംബത്തിലെ വിശേഷങ്ങൾ കാണാം. ഇളയ മകൻ സിബിയുടെ കൂടെയാണ് ഇപ്പോൾ ഇവർ സന്തുഷ്ട വാർദ്ധക്യം കഴിച്ചു വരുന്നത്. ശ്രീ മാത്യു ജോർജ് 1953 സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ നിർമ്മാണ കാലത്തും അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും പിന്നീട് കൈക്കാരനായും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്.